ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞീസ് വ്ലോഗ്സ്. ഇന്ന് ഞാനിപ്പോൾ ഒരു മൂന്നോ നാലാമത്തെ ടേക്കാണ് ഇപ്പോൾ ശരിക്കും എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സം, ഒന്നെങ്കിൽ ലൈറ്റ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ മഴ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കാണെങ്കിൽ വീട്ടിലെല്ലാവരുടെ മുമ്പ് വെച്ച് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അത് വീഡിയോസ് ചെയ്യുന്നു, അതിനെപ്പറ്റിയൊന്നും വലിയൊരു ഐഡിയ ഒന്നുമില്ല. സോ അമ്മയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായാലും കളിയാക്കും. പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് കളിയാക്കൽ കിട്ടത്തില്ല. പക്ഷെ എന്തായാലും ലോങ് വീഡിയോ എടുക്കുകയാണെങ്കിൽ അമ്മ എന്തായാലും കളിയാക്കും. സോ വീട്ടിൽ ആരെങ്കിലേക്ക് ഇല്ലാത്ത ഒരു സമയമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കാറ്. ഇപ്പോൾ പക്ഷെ എനിക്ക് ഇന്നിത് എടുത്തേ പറ്റത്തുള്ളൂ. കാര്യം നാളെ ഞാൻ പോവുകയാണ്, നാളെ രാവിലെ ഞാൻ പോകും. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്, കറണ്ടില്ല, സോ ലൈറ്റും ഇല്ല. ഞാൻ സംസാരിക്കുന്നത് മാത്രമായിരിക്കത്തില്ല, നിങ്ങൾ കേൾക്കുന്ന മഴ പെയ്യുന്നതും ഷീറ്റിൽ വന്ന് വീഴുന്നതും എല്ലാ സൗണ്ട് നല്ലതായിട്ട് കേൾക്കും. സോ ഈ വീഡിയോ എങ്ങനെയാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യണം. ഇത് ഒരു Q&A പോലെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്ക് വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലല്ലോ. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് വെച്ചാൽ ഒരു 5 പേര് എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ പറയണം. അത് മാത്രമല്ല പിന്നെ എന്നെപ്പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഷെയർ ചെയ്യണം. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് കൂട്ടിയിടാം. എനിക്ക് ഓൾറെഡി പനിയാണ്. ശരിയായി, ഞാൻ പനിയാണെന്ന് നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് നിങ്ങളടുത്ത് പറയാം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കുഞ്ഞീസ് വ്ലോഗ്സ് ആണ്. പക്ഷെ എൻ്റെ ശരിക്കുള്ള പേര് സാന്ദ്ര എന്നാണ്. പക്ഷെ എനിക്ക് പല കാരണങ്ങളാൽ സാന്ദ്ര എന്നുള്ള പേര് ഇഷ്ടമല്ല. പിന്നെ വേറെ ഒരു കാര്യം, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയത്തില്ലല്ലോ. സോ ഞാൻ വിചാരിച്ചു അങ്ങനെ ആരും അറിയണ്ട, എന്നെ അറിയുന്ന ആരും അറിയണ്ട. അപ്പം ഈ പേരാണെങ്കിൽ ആരും അങ്ങനെ അറിയത്തില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരു പേരിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ എന്നെ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. അതിൽ എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർ എന്നെ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല. സോ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ട് കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ കമൻസ് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യുമോ ആ വീഡിയോ ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട്സായിട്ടുകൂടെയാണ് കാണുന്നത്. സോ നമുക്ക് തുടങ്ങാം. എൻ്റെ അടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ വിൻസി ഞാൻ ആദ്യം വീഡിയോ ഇട്ട സമയത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കുറച്ചായി കഴിഞ്ഞപ്പോൾ ഒരു 10-20 വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് വിൻസിയുടെ കമൻസ് ഞാൻ കാണാറുണ്ട്. ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇനി വീഡിയോസ് ചെയ്യുമോ എന്നാണ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് നാളെ ഞാൻ പോവുകയാണ്. വീഡിയോസ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്, അതുപോലെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. അത് മാത്രമല്ല എനിക്ക് അങ്ങനെ ഇൻസ്റ്റഗ്രാമിനോടൊരു എനിക്ക് അത്ര എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം തൊട്ടൊന്നുമല്ല, നേരത്തെ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബ് ഒരു അഡിക്റ്റാണ് ഞാൻ. സോ ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത് എനിക്കൊരു ആക്സിഡൻ്റ് ആയ സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതെല്ലാം ഈ വീടിൻ്റെ പുറത്ത് എന്നുവെച്ചാൽ തിണ്ണയിലിരുന്നാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീൽ ചെയർ ഉന്തി തിണ്ണ വരെ വരും. എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കും. പിന്നെ മുഖം കഴിയണമെങ്കിൽ പിന്നെയും വീൽ ചെയറിൽ കയറി ഉന്തി അടുക്കളയിൽ പോകണം. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നുവെച്ചാൽ ഒരു 4 മാസം തൊട്ട് ഇന്ന് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൽ വീഡിയോ ഇടാണ്. എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കിനി ഞാൻ ചെല്ലുന്ന ഇടത്ത് എനിക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഒരു 60 സെക്കൻഡുള്ളൊരു വീഡിയോയ്ക്ക് കുറേ എഫേർട്ട് വേണം, അതിൻ്റെ ബാക്കിൽ കുറേ എഫേർട്ട് വേണം. ഞാൻ ഫേസ് പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഞാൻ നന്നായിട്ട് നോക്കിയതിന് ശേഷം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കണം. അതുപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ എനിക്കറിയില്ല എനിക്കിനി വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ നോക്കും എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം എനിക്ക് ഷിഫ്റ്റിൻ്റെ സമയം അറിയില്ല.
ഞാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനാണ് പോകുന്നത്. എനിക്ക് ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 9 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ രാവിലത്തെ ഷിഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഉച്ചക്കത്തെ ഷിഫ്റ്റ് ആയിരിക്കും. എനിക്ക് ഷിഫ്റ്റിൻ്റെ സമയം അറിയില്ല. പിന്നെ റൂം ഒരിക്കലും അവർ തരുന്ന അക്കോമഡേഷനാണ്. അപ്പോൾ റൂമിൽ ഒരിക്കലും ഞാൻ മാത്രമായിരിക്കത്തില്ല, വേറെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്കറിയാം അവർക്കൊക്കെ കംഫർട്ടബിൾ ആണോന്ന് അറിയില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പം അവരെ ആരെയും ഇതിൻ്റെ അകത്തോട്ട് അവർക്കാർക്കും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യണം താല്പര്യമില്ല. അപ്പം എനിക്ക് ഈ കളിയാക്കൽ കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. സോ വോയിസ് ഓവർ കൊടുക്കാൻ അവരുടെ മുമ്പിൽ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ളവരുടെ അടുത്ത് പോലും ഇതുപോലെ സംസാരിക്കത്തില്ല. സോ വിൻസ് ചോദിച്ച ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യും. ഇനി എനിക്ക് മുന്നോട്ട് ഈ സ്കിൻ കെയർ വ്ളോഗ് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വേറെ എന്തെങ്കിലും ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. സോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. എൻ്റെ അടുത്തൊന്ന് എത്ര എഫേർട്ട് ഇടാൻ പറ്റും അതേ ഞാൻ ഇടും. അതിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ മെയിൻസേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് വരാമോ എന്ന്. ശരിക്കും പറയട്ടെ, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. എനിക്കിപ്പം 23 വയസ്സുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഞാൻ എടുത്തത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എന്ന് വെച്ചാൽ 2023 തോന്നുന്നു ഞാനൊരു ഇൻസ്റ്റഗ്രാം എടുത്തത്. അതിൻ്റെ അകത്തൊരു സ്റ്റോറി ഇടണമെങ്കിൽ പോലും ഞാനൊരു 10 തൊട്ട് ആലോചിക്കും. അതുകൊണ്ട് ലൈവിലൊന്നും വരാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ഞാൻ എപ്പോഴും ശരിയാണ്, ഞാൻ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാറൊക്കെയുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ എന്ത് പറയും, ഇവരിങ്ങനെ വിചാരിക്കും, അങ്ങനെ വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. ചിലപ്പോൾ നാളെ ഞാൻ മാറും. ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലായിരിക്കും ചിലപ്പോൾ എനിക്ക് മാറാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിൻ്റെ അകത്ത് എനിക്ക് ഒന്നും എത്തിയില്ലെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ അകത്തോട് കുറേ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ വേറെ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ശരിക്കും എൻ്റെ ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഞാൻ ഒരു ഇപ്പോൾ ഒന്ന് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ നിങ്ങളും കൂടെയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്ത് ഞാൻ എന്നും രാവിലെ എഴുന്നേക്കും എന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഉച്ചയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റതിന് ശേഷം ഞാൻ വീഡിയോസ് ചെയ്യും, എഡിറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അടുത്ത ദിവസം വേറെ അങ്ങനെ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ലൈവ് വരാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ പറയാൻ പറ്റില്ല, നാളെ ഫ്യൂച്ചറിൽ എങ്ങാനും എനിക്ക് അത്രയും കോൺഫിഡൻസ് വന്നെങ്കിൽ ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ അപ്പോൾ വിൻസ് ഈ 2 ദിവസം ചോദിച്ചു, 2ന് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ഏതോ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്. എൻ്റെ വീട്ടിൽ നല്ല മഴയായതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുവാണ്, കണ്ടിന്യൂ ചെയ്യുവാണ്. കാര്യം എനിക്കിതിപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. സോ ഫാമിലി മെമ്പേഴ്സ് അച്ഛനും അമ്മയും ചേച്ചിയുണ്ട്. എൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. എൻ്റെ ചേച്ചി പുറത്താണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ചേച്ചി എന്നെക്കാളും 2 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ എനിക്ക് 23 വയസ്സുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് 25 വയസ്സുണ്ട്. സോ അവൾ വർക്ക് ചെയ്യുവാണ് പുറത്ത്. അമ്മ അച്ഛനും വീട്ടിൽ തന്നെ ഇല്ല. അതുപോലെ വേറെ ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പേര് രാജൻ, അങ്ങനെ ശരിക്കും എനിക്കൊന്ന് പല്ലവിക്കുട്ടിയാന്ന് തോന്നുന്നു. ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചെയ്യുന്ന പല്ലവി എന്ന് പറഞ്ഞൊരു മോളാന്ന് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ദുബായിലാ, ഖത്തറിലാ, അല്ലെങ്കിൽ അവിടെ ഇവിടെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാൻ അത്ര ദൂരേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാൻ കോട്ടയത്ത് നിന്ന് കൊച്ചി വരെ പോകുന്നുള്ളൂ ശരിക്കും. പക്ഷെ കൊച്ചി വരെയാണ് പോകുന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കൺഫ്യൂഷനോടെ ഒരു സ്ഥലത്ത് പോകുന്ന ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ആരും ഇല്ല. എൻ്റെ കൂടെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ട് ട്രിവാൻഡ്രത്താണ്, രാജധാനി കോളേജിലാണ് പഠിച്ചത്. അവിടെ നിന്ന് വെച്ചാൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ എനിക്ക് പോകുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊച്ചിയിൽ പോകാമെന്ന് വെച്ചാൽ പുതിയൊരു സ്ഥലത്ത് പുതിയ കുറേ ആൾക്കാർ, ഞാൻ ഒറ്റയ്ക്ക്. എനിക്ക് ഒന്നാമത് കൊച്ചി അത്ര പരിചയമില്ല. നമ്മൾ ചെന്നിട്ടാണ് പരിചയപ്പെടുന്നത്. എന്നാലും അവിടെ ഞാൻ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭയങ്കര റഷാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് കുറേ ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
എൻ്റെ വീട്ടിൽ പൂച്ചയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരെ ഫേസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ നെഗറ്റീവ്സിന് ഒരാളുടെ അങ്ങോട്ട് സംസാരിക്കുക, അതുപോലെ എന്തുവാ എപ്പോഴും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നോക്കുക, അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു റിലേഷനിൽ കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ലൈഫ് ലോങ് അല്ലെങ്കിൽ അത് കുറേ നാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സോ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ട്. കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു ആക്സിഡൻറ്റിന് ശേഷമാണ് ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. ഇപ്പം ആക്സിഡൻ്റ് ആയി ഞാൻ റിക്കവർ ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും എൻ്റെ കാലിൽ എനിക്ക് വേദനയുണ്ട്. അതുകൊണ്ട് പണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. ഇനി എനിക്ക് അങ്ങനെ തന്നെ വരുമോ, അല്ലെങ്കിൽ ഇനി എൻ്റെ കാലിന് എന്തെങ്കിലും സംഭവിക്കുമോ, അതോ എൻ്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ബാക്കിയുള്ളവരറിയോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സോ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഇത്രയും കൺഫ്യൂഷൻ ഒരു സ്ഥലത്ത് പോകുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ നടക്കണം, എനിക്ക് അവിടെ നന്നായിട്ട് നിൽക്കാൻ പറ്റണം. 5 മാസത്തെ ട്രെയിനിങ് ആണ് ഞാൻ പോകുന്നത്. സോ എനിക്ക് നന്നായിട്ട് നിൽക്കാൻ പറ്റണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോളേജിൽ നിന്ന് എല്ലാ പിള്ളേരും ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞാനും ട്രെയിനിങ്ങിന് പോയിരുന്നു. അന്ന് എനിക്ക് ട്രെയിനിങ് കിട്ടിയ ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ ഒരു 10-12 ദിവസത്തിന് ശേഷമാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. സോ എല്ലാ കുട്ടികളും ട്രെയിനിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം. പക്ഷെ എനിക്ക് മാത്രമാണ് കിട്ടാത്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, എൻ്റെ കൂടെ ആരുമില്ല. പിന്നെ ഞാൻ ഒരു രീതിയിൽ ആലോചിക്കുന്നത്, എന്തിനാണ് കൂടെ ആരും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും നിന്ന് പഠിക്കണമല്ലോ. സോ ഇതെനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ട് കാണുന്നു. അതുപോലെ എനിക്ക് നിങ്ങളുടെയും പ്രാർത്ഥന വേണം. കാര്യം അവിടെ ചെന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ മൈൻഡാണ്. എനിക്കറിയാം നന്നായിട്ട് എൻ്റെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഞാൻ കൊച്ചിയിലാണ് പോകുന്നത്. എൻ്റെ വീട് കോട്ടയത്താണ്, ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, വന്ദന എന്ന് പറഞ്ഞൊരു കുട്ടി എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു ടാൻ റിമൂവൽ പാക്ക് പറഞ്ഞു തരുമെന്ന്. ആ കുട്ടി കടലമാവ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല എന്ന്. ഞാൻ പറയട്ടെ, ഞാനും കടലമാവ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര വലിയ, ഞാൻ വീഡിയോസിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കങ്ങനെ ഭയങ്കര റിസൾട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കടലമാവ് യൂസ് ചെയ്തിട്ട്. സോ എനിക്കൊന്നും ഡ്രൈ സ്കിന്നാണെങ്കിൽ, എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര ഓയിലായിരിക്കും, ചില സമയത്ത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലത് ലെമൺ, അതുപോലെ ഹണി, മിൽക്ക് പൗഡർ, ഇതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. സോ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് ഏറ്റവും ചേരുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാക്ക് മുഖത്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ടാൻ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ നമുക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടായെന്ന് വരത്തില്ല. നമ്മൾ ടാൻ റിമൂവ് ആണെങ്കിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അതും നമ്മുടെ സ്കിൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ സ്കിന്നിന് പറ്റിയത് വേണം യൂസ് ചെയ്യാൻ. ഞാൻ ഇപ്പം വീഡിയോസിനകത്ത് നിങ്ങളെന്നെ കാണുന്ന പോലെയല്ല, എനിക്ക് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ആണ്. കാര്യം ഞാൻ വൈകിട്ട് ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞതിൽ ഓൾറെഡി ഞാൻ ഭയങ്കര ഓവർ തിങ്കറാണ്. സോ എനിക്ക് വൈകിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. പക്ഷേ ഞാൻ ഉച്ചവരെ വെളുപ്പിൻ്റെ ഒരു 2 മണിക്കായിരിക്കും ഉറങ്ങുന്നത്. പക്ഷേ പിറ്റേ ദിവസം ഉച്ചവരെ ഉറങ്ങുകയും ചെയ്യും. ഇനി അത് ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ആ ഒരു 5 മാസം ഞാൻ ശീലിച്ചൊരു സ്ലീപ്പിംഗ് പാറ്റേൺ അല്ലല്ലോ. അതുകൊണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുമെന്ന് അറിയില്ല. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം, അതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങുകയും കൂടെ ചെയ്യണം. അതെല്ലാം കൂടെ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ഡ്രൈ സ്കിന്നിന് വേണ്ടത് മിൽക്ക് പൗഡർ, ഹണി, ലെമൺ ജ്യൂസ്, ഇത് 3 കൂടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കി മുഖത്തിട്ട് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാകും. അതുപോലെ വേറെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും പപ്പായ ഉണ്ടല്ലോ, പഴുത്ത പപ്പായ, അതിപ്പം മരത്തിൽ നിന്ന് വീണിട്ട് ചീയാറായതാണെങ്കിൽ പോലും കുഴപ്പമില്ല. അത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ല റിസൾട്ട് ഉണ്ടാകും. സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനും ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ആവാനും നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കും. സോ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം, എനിക്ക് 23 വയസ്സായിട്ട് പോലും ഇത്രയായി, പക്ഷെ ഞാൻ ഇതിനു മുമ്പ് ഭയങ്കരമായ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. സോ
സോ എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര നേരത്തെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം ഇത് വേണ്ട, നാളെ ചെയ്യാന്ന് വെച്ച് ചെയ്യുവാണെങ്കിൽ ഓരോ ദിവസം വൈകുന്നതോറും നമ്മുടെ സ്കിൻ മോശമായിട്ട് വരും. ഞാൻ പറയുന്നത് നിങ്ങൾ കടയിൽ പോയിട്ട് ഇത് വാങ്ങിക്കണം അത് വാങ്ങിക്കണമെന്നല്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് ഇടണം. ഞാൻ പക്ഷേ ഇപ്പോൾ സൺസ്ക്രീൻ ഇടാറില്ല, കാര്യം ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല. പക്ഷെ ഇനി ഞാൻ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് മുഖത്തിടും എന്തായാലും. കാര്യം ഞാനിപ്പോൾ എൻ്റെ സ്കിൻ ഒരുമാതിരി ശരിയാക്കി കൊണ്ടുവന്നിരിക്കുവാണ്. പക്ഷെ ഇപ്പോഴും പ്രോപ്പറായിട്ട് ശരിയായിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കുള്ളൂ. എൻ്റെ മുഖത്ത് ഇപ്പോഴും ചെറിയ ചെറിയ കുരുക്കളുണ്ട്. അതുപോലെ കണ്ണിൻ്റെ അടി ഭയങ്കരമായിട്ട് കറുത്താണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കാനോ അതൊന്നും അല്ല, നമുക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ആ കോൺഫിഡൻസ് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് മുകളിലോട്ട് പുഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ നന്നായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാവത്തുള്ളൂ. ചില ആൾക്കാരുണ്ട് അവരെങ്ങനെ ഇരുന്നാലും ഒരു കോൺഫിഡൻ്റ്, അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് ഒരു കണ്ണിൻ്റെ അടി ഭയങ്കര കറപ്പാണല്ലോ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഡൗണാണ് അന്നത്തെ. അതുപോലെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് നീട്ട് ഈ ഡ്രസ്സ് കൊള്ളത്തില്ല, നിനക്ക് ചേരുന്നില്ലെന്ന് പറഞ്ഞ ഉടനെ എനിക്ക് അന്നത്തെ ദിവസം പോയി. അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡൗൺ ആവുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഞാൻ ഭയങ്കര അണ്ടർ വെയിറ്റ് ആണ്. എനിക്ക് എന്നെ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കുന്നത്. സോ അതിൻ്റെതായ ഇൻസെക്യൂരിറ്റീസും എനിക്കുണ്ട്. എല്ലാവരും വന്നിട്ട് നീ അപ്പടി മെലിഞ്ഞല്ലോ എന്ന് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ഫീൽ ആവാറുണ്ട്. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു എഫേർട്ടും ഇതുവരെ ഇട്ടിട്ടില്ല. വണ്ണം വെക്കണം എന്ന് വെച്ചിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഭയങ്കര മടി പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിട്ടിരിക്കുകയാണ്. സോ എനിക്കിതൊക്കെ മാറ്റി ഇമ്പ്രൂവ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും 5 ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചത്. പിന്നെ ശിവാനിക്കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചായിരുന്നു ശിവാനിക്കുട്ടി എടുത്ത് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോയെന്ന്. അപ്പോൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് സുഖമാണോ, ചേച്ചി പോവുമല്ലേ, അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന്. സോ ഞാൻ പോകുന്നതിൽ ആ മോൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് കുറേ പേര് ഈ ചാനൽ തുടങ്ങിയ സമയത്തോടെ എനിക്ക് കുറേ പേര് കമൻറ്റ്സ് ചെയ്യാറുണ്ട്. വിൻസി, അതുപോലെ ശിവാനിക്കുട്ടി, അതുപോലെ പല്ലവി, ഇങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈയിടെയൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു കുട്ടിയുണ്ട് നിവേദ്യ. പക്ഷേ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര മെമ്മറി പവറാണ്. ഞാൻ ഈ പേരുകൾ മറക്കില്ല. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കില്ല. എനിക്കിങ്ങനെ അങ്ങനെ മറന്നു പോകുന്നൊരു ശീലം എനിക്കില്ല. സോ നിങ്ങളൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതുപോലെ ഞാൻ മാക്സിമം നിങ്ങളായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്നോ എനിക്ക് അറിയില്ല. പക്ഷെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.